നമുക്ക് ബ്രസീലിയൻ കുളിപ്പിനത്തിൽ കുരുമുളക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കുറ്റിക്കുരുമുളകാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കുളിബ്രീനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്യണം. നമുക്ക് പിന്നെ ഇതിൻ്റെ കടുപ്പം നോക്കണം. അതായത് ഈ ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കണം. അപ്പം നമുക്കിവിടെ ഒന്നും പിടിക്കത്തില്ല, നല്ല കട്ടിയാണ്. അപ്പം കട്ടി മീഡിയം സൈസ്, അതായത് തീരെ ഇളന്നു പോയാലും നമുക്കിവിടെ പിടിക്കാതെ വരും. അപ്പം നമുക്ക് അത് മാത്രവുമല്ല, ഇത് പടർന്നു വന്ന് തറയിൽ തട്ടരുത് വളരുമ്പോൾ. അതനുസരിച്ച് സ്വല്പം ഉയരത്തിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ കടുപ്പവും കൂടെ നോക്കണം. അപ്പം നമുക്കിവിടെ കട്ട് ചെയ്യാം. നമുക്കിതൊന്ന് ചെത്തി ലെവലാക്കണം. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് എപ്പോഴും ബ്ലേഡ് ആയിരിക്കും നല്ലത്. ഇവിടെ ഞാനൊരു നൈഫാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെത്തി ലെവലാക്കുക. ഇതിൻ്റെ നടുവേ ഒന്ന് പിളർക്കുക. ഇത് ഒരു ഇഞ്ച് 1.5 ഇഞ്ചോളം മതി. താഴ്ത്തി ഒന്ന് പിളർന്നെടുക്കുക. ഇവിടെ ഞാനൊരു തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകിൻ്റെ ഒരു വള്ളിയാണ്. അതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അവസാനത്തെ ഇലയുടെ ഒരു പകുതി ഭാഗം നമുക്കിവിടെ നിർത്തിയേക്കാം. കാരണം ജലാംശം നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മളിത് പകുതി ഇല ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഒരു ആപ്പിൻ്റെ ഷേപ്പിൽ ചെത്തിയെടുക്കണം. അതായത് ഒരു കോടാലി പോലെ ഇരിക്കും. അപ്പോൾ നമ്മളിത് ഒരു ആപ്പ് പോലെ ചെത്തിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക എന്നതാണ്. കുരുമുളകിൻ്റെയും കുളിബ്രീനത്തിൻ്റെയും കനം ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ ഒരു സൈഡ് ചേർത്ത് വെച്ച് കൊടുക്കണം. ഒരു സൈഡ് ചേർത്ത് വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ തൊലികൾ തമ്മിൽ ജോയിൻ്റായി വരൂ. അതിനുശേഷം നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുക്കണം. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തുകൊണ്ട് ചുറ്റി വെക്കണം. അതായത് ഇതിനകത്ത് എയറും വെള്ളവും ഒന്നും കടന്നു കൂടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ നിന്നേ ചുറ്റി കൊടുക്കണം. ഇതിൻ്റെ അടിഭാഗത്തു നിന്നേ ചുറ്റി നമ്മൾ മുകളിലേക്ക് എടുക്കണം. വളരെ ടൈറ്റ് ആക്കണ്ട, ഒരു മീഡിയം രീതിയിൽ ബലപ്പിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൽ മിച്ചം വരുന്ന വലിക്കുമ്പോൾ ഇതുപോലെ വലിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് ടൈറ്റായിട്ട് ഒരു മീഡിയം ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. മുകളിൽ നിന്ന് ചുറ്റി ഇതേപോലെ ചുറ്റി ഒന്ന് കൊടുക്കുക. എയർ കയറരുത്, വെള്ളമൊന്നും കയറാതെ ചുറ്റി താഴേക്ക് വന്ന ശേഷം നമുക്കത് കെട്ടിട്ട് കൊടുക്കാം. ഇതിവിടെ നിൽക്കും. ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റിങ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചൂട് കാലമായതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറെടുപ്പിനകത്ത് മൂടിയിടുക. ചൂട് കാലമായതുകൊണ്ട് ഇത് ഗ്രാഫ്റ്റിങ് പിടിക്കാനൊരു സൗകര്യമായിരിക്കും.
ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ബ്രസീലിയൻ കൊളിബ്രീനം നമ്മുടെ കൈവശം ആവശ്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം കൊളിബ്രീനമാണ്.